Hey guys, Assalamu alaikum. Hope you all doing good and today I'm gonna do a Eid day vlog. ഈ പെരുന്നാളിന് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ മാറ്റൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മാറ്റൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ കാറിൽ കയറി നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിന്. കാരണം നമ്മൾക്ക് മൂത്തമാരുടെ കൂടെ പോകാനുള്ള അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് മമ്പറം പോകണം, ഹൈലൈറ്റ് പോകണം, ലുലു പോകാനുള്ളൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മഴ കാര്യങ്ങളൊന്നും ഇല്ലേന് കേട്ടോ, അതുകൊണ്ട് പിന്നെ എല്ലാം പോലെ പോകാൻ കഴിഞ്ഞു. പിന്നെ ഞാനിപ്രാവശ്യം പെരുന്നാൾക്ക് എടുത്തത് പാർട്ടി വെയറാണ് കേട്ടോ. ഇനി കല്യാണമൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെ പാർട്ടി വെയറാണ് എടുത്തത്. ഒരു സിമ്പിളായിട്ടുള്ള ഷിമ്മറിൻ്റെ ചുരിദാറാണ് കേട്ടോ എടുത്തിന് ഞാൻ. ആൻഡ് ഐ ലവ് ദ കളർ. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മമ്പറത്തോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ മമ്പറത്ത് പോയിട്ട് പിന്നെ ഹൈലൈറ്റ് ലുലു അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ച്. എനിക്ക് ഇപ്പം ഹൈലൈറ്റ് ലുലൊക്കെ ഇങ്ങനെ മടുക്കണം കേട്ടോ പോയിട്ട്. അപ്പം പിന്നെ അമ്മക്ക് ഇഷ്ടമാണ് അങ്ങോട്ടൊക്കെ പോകണം. പിന്നെ ഏതായാലും അങ്ങനെ പോകണം. അങ്ങനെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിന്. പിന്നെ അമ്മക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം മമ്പറെത്തി, നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ മമ്പറത്തൊക്കെ പോയി. അങ്ങനെ അവിടെയൊക്കെ എത്തി ഉള്ളിലൊക്കെ കയറി പിന്നെ യാസീൻ ഓതിയിട്ടുണ്ടായി കേട്ടോ. ഒരു യാസിനൊക്കെ ഓതിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കാനും നിന്നിട്ടില്ല. അതിന് മുന്നേ നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് നിസ്കരിക്കാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ അവിടെ നിന്ന്. പിന്നെ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിന്, അതൊക്കെ കണ്ടതിന് പിന്നെ എനിക്ക് ചെയിൻ വാങ്ങണ്ടായിന് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ചെയിൻ വാങ്ങിന്, പക്ഷെ അത് ഓൻ കളഞ്ഞ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഓന് ഇവിടെ വന്നിട്ട് പിന്നെയും ചെയിൻ വാങ്ങാൻ പോയിട്ടുണ്ടായിന് കേട്ടോ, സിൽവറിൻ്റെ ചെയിന്. അങ്ങനെ പിന്നെ ഓന് സിൽവറിൻ്റെ ചെയിനും വാങ്ങി പിന്നെ നമ്മൾ നേരെ കാറിൽ കയറിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിനി. അങ്ങനെ ഇനി നമ്മൾ അടുത്തത് ഹൈലൈറ്റാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ നമ്മൾ ഹൈലൈറ്റിലെത്തി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. പിന്നെ അവിടെ കാര്യമായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ തിന്നാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ ലിഫ്റ്റിലൊക്കെ കയറി നമ്മൾ മേലേക്ക് പോയിട്ടുണ്ടായിന്. പിന്നെ അമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിന് കേട്ടോ, നമുക്ക് ഐസ്ക്രീം റോള് തിന്നണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിനൊക്കെ. അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ചാണ്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടൊക്കെ പോയി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയാണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ന്യൂട്ടെല്ല റോള് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ അത് ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ടായിന് കേട്ടോ. ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഈ ചൈനീസ് ആളിങ്ങനെ യൂട്യൂബിൽ വീഡിയോയിൽ നമ്മൾ ചെറുപ്പത്തിൽ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിന്. അപ്പം അതൊക്കെ ഇവിടെ വരലും തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അതുണ്ടാക്കണത് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ ക്യാമറ 1x ഒന്നും വർക്ക് ചെയ്യണില്ലേ. ഞാൻ 0.5 2x ഒക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വലിയ പ്രശ്നമാണ് കേട്ടോ. ഞാൻ ഫോട്ടോസൊന്നും പെരുന്നാൾക്ക് എടുത്തിട്ടില്ലേനു. എൻ്റെ ക്യാമറ അങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഫോട്ടോസ് എനിക്ക് എടുക്കാൻ അങ്ങനെ മൂഡ് കാര്യങ്ങളൊന്നും ഇല്ലേനി കേട്ടോ. അങ്ങനെ പിന്നെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലേനി. നേരെ ഇങ്ങോട്ട് പോകുന്നൊക്കെ ചെയ്തിട്ടുണ്ടേനി നമ്മൾ. പിന്നെ ഈ ഐസ്ക്രീം റോള് പലതും ഉണ്ടായിന്. കിറ്റ്കാറ്റ്, ഡാർക്ക് ഫാൻറ്റസി, ഫെറാറോ റോഷർ, അങ്ങനെ പിന്നെ കുറേ ചോക്ലേറ്റിൻ്റെ റോൾ ഉണ്ടായിന് കേട്ടോ. സ്ട്രോബെറി ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രോബെറി പറയണമെന്ന് ചോദിച്ചു, പക്ഷേ സ്ട്രോബെറി ഇല്ലയെന്ന് പോലും പറഞ്ഞു. മാംഗോ ഉണ്ട്, അങ്ങനെ പല തരത്തിലും ഉണ്ട്. നമ്മൾ പിന്നെ ന്യൂട്ടെല്ലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇവർ ചെയ്യണത് ഇങ്ങനെ കണ്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. ഐസ്മേൽ ഇങ്ങനെ കുത്തണതും ഇതാക്കണതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ വീഡിയോ എൻ്റെ അനിയനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഓനാണ് വീഡിയോ എടുത്തിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി. അങ്ങനെ പിന്നെ അതെല്ലാവരും തിന്ന്. പിന്നെ ഇത് സെറ്റ് ആവാൻ കുറച്ച് ടൈം വേണം കേട്ടോ. ഐസ്മേൽ ഇത് സെറ്റ് ചെയ്ത് ഇത് റോളാക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ടാണ് പിന്നെ ഒരു റോളാക്കി ആ പ്ലേറ്റൊക്കെ ആക്കി തന്നത്. 4 റോളാണ് കേട്ടോ ഒന്നിലുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് നമ്മൾ 4 ആൾക്കാരിന് ടോട്ടൽ ഉണ്ടായിന്. അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയായി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ തിന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അതൊക്കെ തിന്നതിന് പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ സെക്ഷനിക്കും ഇങ്ങനെ വെറുതെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് പിന്നെ ഈ പൈജാമാസ നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലാഭം ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴാണ്. അവിടെ ഭയങ്കര റേറ്റാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റിൽ തന്നെ. പിന്നെ തീരെ തിരക്കില്ല കേട്ടോ. നിസ്കരിച്ചിടത്താണെങ്കിലും അല്ലാതെ തന്നെ തീരെ തിരക്കില്ല. കാരണം വലിയ പെരുന്നാളായതുകൊണ്ട് തന്നെ അറവുണ്ടായതുകൊണ്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ തീരെ ആൾക്കാരില്ലേനി, നല്ല സുഖേനി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഉള്ളൊക്കെ ഉണ്ടാക്കി നിസ്കരിക്കാൻ നിന്നു. ഫസ്റ്റ് ഉമ്മച്ചട്ടൊന്നും ഉണ്ടാക്കാൻ പോയിന്. അപ്പോൾ ഞാൻ നിസ്കാര കുപ്പായും പിന്നെ അതും ഇതൊക്കെ റെഡിയാക്കി. ഞാൻ നിസ്കാര കുപ്പായം എടുത്തിന്. അത് കയറിയിട്ട് ഞാൻ കയറിയണോ ഇല്ലയെന്നൊന്നും നോക്കിയിട്ടില്ലേനി കേട്ടോ. അങ്ങനെ എടുത്ത് കൊടുക്കുന്നത് ഇനി നിസ്കാര കുപ്പായം. പായ് പിന്നെ ഞാൻ നല്ല രസമുള്ളത് എനിക്കെടുത്ത് ഉമ്മച്ചിക്ക് വന്നെടുത്ത്. അങ്ങനെ കുപ്പായം ഞാൻ കയറിയണോ ഇല്ലയോ നോക്കാതെ അതിൻ്റെ രസം കണ്ടപ്പോൾ അങ്ങനെ എടുത്ത്. പിന്നെ ഇട്ട് നോക്കിയപ്പോഴാണ് കയറിയതെന്ന് മനസ്സിലായിന്. അങ്ങനെ പിന്നെ ഞാൻ അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിന്. വേറൊരു ഗ്രീന് പോയി എടുത്തുകൊടുന്ന് പിന്നെ അതിൽ നിസ്കരിച്ചിട്ടോ.
പിന്നെ ഒരുമാതിരി സ്മെല്ലൊക്കെ ഉണ്ടായി. ഞങ്ങളൊരു സ്ക്രബായി കൊടുന്നീന് കേട്ടോ. ഉമ്മച്ചി ആയത് വെച്ചിട്ട് നിസ്കരിച്ച്, ഞാൻ അവിടെ ഉള്ള എടുത്തിട്ടാണ് നിസ്കരിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ നെസ്റ്റോയിൽ കയറിയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കണ്ടായിന്, ഐസ്ക്രീമൊക്കെ നോക്കണ്ടായിന് കേട്ടോ. ഐസ്ക്രീമിനൊക്കെ നല്ല വില കുറവുണ്ടായിന്. നമ്മൾ പോയപ്പം പെരുന്നാളിൻ്റെ അന്ന് പോയപ്പോൾ നല്ല ഓഫർ ഉണ്ടായിന്. എല്ലാത്തിനും ഏകദേശം റേറ്റ് കുറവേനി കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാതും ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നു നമ്മളും. പിന്നെ ഇവിടെ കാണുന്ന ഈ സ്വിസ് റോളിനൊക്കെ 100 ഉണ്ടായിന് കേട്ടോ. ഒരു ഫ്ലേവറിന് 100 ഇനി, ബാക്കിയുള്ളൊക്കെ 120 കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ നമുക്കിത് എടുക്കണം എന്നുണ്ടേനി. പിന്നെ അത് എടുത്തിട്ടില്ലേനി, അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ പിസ്സ ഒക്കെ നോക്കണ്ടേനി നമ്മൾ. എനിക്ക് പിസ്സ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല എടുക്കാൻ. അപ്പോൾ ഞാനത് എടുത്തില്ല. പിന്നെ കോൾഡ് കോഫി അനിയന്മാരെടുത്തിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ ഞാനും ഒന്ന് എടുത്തിട്ടുണ്ടേനി കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നട്ട്സിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ പോയി നോക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബില്ല് ചെയ്യാൻ നിന്നിട്ടോ. പിന്നെ ഞാൻ അവിടെയുള്ള ഫൈറ്ററിനെ കണ്ടിട്ട് നല്ല രസമുണ്ടായിനി അത്. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ടായിനി, ബർഗർ വാങ്ങിയിട്ടുണ്ടായിനി. പിന്നെ കോൾഡ് കോഫിനെ കാറിലെത്തിയിട്ട് നമ്മൾ തിന്ന്. പിന്നെ ഇത് ചോക്ലേറ്റ് മോസാണ് കേട്ടോ. ഭയങ്കര മധുരമാണ്, തിന്നാൻ വെച്ചില്ല. ഇങ്ങോട്ട് നമ്മൾ കുറച്ച് തിന്ന് പിന്നെ നമുക്ക് മടുത്തിട്ട് ഭയങ്കര മസ്തായി. അങ്ങനെ പിന്നെ അത് മൂത്തമ്മാരോട് പോയിട്ട് എൻ്റെ കസിന് കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ടേനി. എനിക്കാണെങ്കിൽ നല്ല മധുരം തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ തിന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ലുലുക്കാണ് വിട്ടത്. ലുലുവിൽ എത്തിയപ്പോഴേ ഞാൻ പറഞ്ഞു വേഗം പോകണം. കാരണം എനിക്ക് ഏകദേശം മടുത്ത് കേട്ടോ. അങ്ങനെ പോയി എനിക്ക് മടുത്ത്. പിന്നെ പറഞ്ഞ് ലുലുവിന്ന് വേഗം പോരണം നമുക്ക് പറഞ്ഞിട്ട് ജസ്റ്റ് വേഗം കയറിയിട്ട് പോരാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് കയറിയത്. പിന്നെ ഇവിടുത്തെ വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ക്യൂട്ട് കേക്കൊക്കെ ഉണ്ടായിന് അവിടെ, സാലഡ് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് പിന്നെ നമ്മൾ ഡ്രിങ്ക് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഡ്രിങ്കൊക്കെ കുറേ നോക്കി. അങ്ങനെ കുറേ നോക്കലിൻ്റെ ശേഷം നമ്മൾ ഒന്ന് തീരുമാനിച്ചു, നമ്മൾ സ്ലൈസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാകുമ്പോൾ കുറേ ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ നമ്മൾ സ്ലൈസ് എടുക്കാൻ വിചാരിച്ചിട്ട് നമ്മളതെടുത്ത്. പിന്നെ അനിയന് മോൺസ്റ്റർ നോക്കണ്ടേനി. ഞാൻ മോൺസ്റ്റർ ഇതുമായിട്ട് ട്രൈ ആക്കിയിട്ടില്ല, ഓനും ട്രൈ ആക്കിയിട്ടില്ലേനി. അപ്പോൾ പിന്നെ ഓനൊന്നും എടുത്തിട്ടുണ്ടേനി കേട്ടോ. വൈറ്റ് ആണോ എടുത്തിട്ടുണ്ടേനി. അത് കാണാൻ നല്ല രസമുണ്ടായിനി കേട്ടോ, അതിൻ്റെ മേലെയുള്ള ആ ഒരു ഡിസൈന്. അപ്പം ഓൻ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മാക്ക് ജ്വല്ലറി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടേനി. അങ്ങനെ അവിടെ നിന്ന് വെച്ച് ജ്വല്ലറി വാങ്ങിയൊരു മാല വാങ്ങിയിട്ടുണ്ടേനി. അത് കാണിച്ചു തരാൻ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നല്ല രസമുള്ള പല മൾട്ടി കളറുള്ള സ്റ്റോണുള്ള നെക്ലേസാണ് ഉമ്മച്ചി എടുത്തിട്ടുണ്ടേന്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ ലുലുന്ന് വേഗം പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഹൈലൈറ്റ് പോയി, ലുലു പോയി, മമ്പുറം പോയി. അങ്ങനെ പിന്നെ നേരെ മുത്തന്മാരോട് എത്തിയാൽ മതിയേനി എന്നുള്ളതായിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു ഉച്ചക്കായി കേട്ടോ. ഒരു 3 മണി 4 മണിയൊക്കെ ആയി ഉണ്ടാവും ഐ ഗസ്. ആ ടൈമിലാണ് നമ്മൾ മുത്തന്മാരോട് എത്തണേ, വൈകുന്നേരമൊക്കെ ആയി ഉണ്ടാവും. അങ്ങനെ മുത്തന്മാരോട് എത്തി. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഇത് വ്ളോഗ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.